Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സബ്ജക്ട്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്പർ 1 അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, നമ്പർ 2 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇത് രണ്ടും പ്രോബ്ലം പേപ്പേഴ്സ്. ദെൻ തിയറി പേപ്പർ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് പോളിസി. ഈ 3 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസിന്റെ ഡീറ്റെയിൽസ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. എസ് എ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, ഏത് രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം, എങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ മെജോറിറ്റി എക്സാമിന് മാർക്സ് വരുന്ന ഏരിയാസ് കവർ ചെയ്യാം, ഇതൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOM-ന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. MCOM ഫസ്റ്റ് സെമസ്റ്ററിലെ 4 സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. QT, അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, അതുപോലെ തന്നെ OB. ഈ 4 പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ്. അപ്പോൾ അതിൽ പറയുന്ന പോലെ തന്നെ എത്തിക്സിൻ്റെ ഏരിയാസും ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏരിയാസും ഉണ്ട്. 4 മൊഡ്യൂൾസ് കോർപ്പറേറ്റ് ഗവേണൻസും ഒരൊറ്റ മൊഡ്യൂള് ബിസിനസ് എത്തിക്സുമായിട്ടാണ് നമ്മുടെ സിലബസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എസ് എ ചോദ്യങ്ങൾ വരണ സമയത്ത് 4 എസ് എ വരും, അതിൽ 2 എണ്ണമാണ് എഴുതേണ്ടത്. സോ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും 2 ഈസി എസ് എ ചോദ്യങ്ങളും 2 ചോദ്യങ്ങൾ കുറച്ചൊരു ടൈറ്റായിട്ടുമാണ് കണ്ടുവരാറ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പാർട്ട് സി സ്കോർ ചെയ്യാൻ സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ സാധിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. മിക്ക പേപ്പറുകളും കണ്ടുവരുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ. 4 എസ് എയിൽ 2 എസ് എ ഈസി എസ് എ ചോദ്യങ്ങളും 2 എണ്ണം കുറച്ച് ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. ദെൻ ഇതിൽ ഞാൻ പറഞ്ഞു എത്തിക്സ് എന്ന് പറയണത്, അതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, ഒരു എസ് ഐ ചോദ്യം, 3 പാർട്ടിലും നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ള ഒരു മൊഡ്യൂളാണ് ബിസിനസ് എത്തിക്സ്. ദെൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 5, 3, 8, 2, 10 മൊഡ്യൂളിൻ്റെ ചോദ്യങ്ങൾ, 10 വെയിറ്റേജിൻ്റെ ചോദ്യം ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം, കംഫർട്ടബിൾ ആയിട്ട് നേടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്തിക്സ് ഞാൻ പറഞ്ഞൊരു 10 വെയിറ്റേജ് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വല്ലാണ്ട് പ്രശ്നങ്ങളുള്ള ചോദ്യങ്ങൾ വരാറില്ല, ഡിറക്റ്റ് ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ദെൻ 4 മൊഡ്യൂൾസ് കോർപ്പറേറ്റ് ഗവേണൻസിലെ മൊഡ്യൂൾ നമ്പർ 2 അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 3, ഈ 2 മൊഡ്യൂൾസിൽ നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരാറ്. എസ്പെഷ്യലി മൊഡ്യൂൾ നമ്പർ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. 2 വെയിറ്റേജ്, 3 വെയിറ്റേജ്, അതുപോലെ തന്നെ 5 വെയിറ്റേജ്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആദ്യം ശരിക്കും പഠിച്ച് അവസാനിപ്പിക്കേണ്ടത് മൊഡ്യൂൾ നമ്പർ 2 ആണ്. അതിനുശേഷം നിങ്ങൾക്ക് എത്തിക്സ് പഠിച്ച് അവസാനിപ്പിക്കാം. എത്തിക്സിലെ ബേസിക് ചോദ്യങ്ങൾ, ദെൻ അതുപോലെ തന്നെ മൊഡ്യൂൾ നമ്പർ 3 വേണമെങ്കിൽ 2ഉം 3ഉം പഠിച്ച് എത്തിക്സ്, ഈ 3 മൊഡ്യൂൾസ് ആദ്യം പഠിക്കുക, മൊഡ്യൂൾ നമ്പർ 4 പഠിക്കുക, ദെൻ മൊഡ്യൂൾ നമ്പർ 1 പഠിക്കുക. ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടി ഒരു എഡ്ജ് ലഭിക്കുന്നുള്ളതാണ്. ബിക്കോസ് മാർക്സ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഞാൻ ഈ പറഞ്ഞ മൊഡ്യൂൾസിൽ നിന്നാണ്. 2, 3, 5, 4, 1 ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. എങ്ങനെയാണ്
ഓരോ മൊഡ്യൂൾസിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. സോ മൊഡ്യൂൾ നമ്പർ 1 കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിൽ നിന്ന് സാധാരണ 2 വെയിറ്റേജ് ഒരു ചോദ്യം, 3 വെയിറ്റേജ് ഒരു ചോദ്യം, ഇങ്ങനെയാണ് കണ്ടുവരാറ്. സോ അതുകൊണ്ട് തന്നെ മൊഡ്യൂൾ നമ്പർ 1 5 വെയിറ്റേജിൻ്റെ സ്കോപ്പാണ് നമുക്കുള്ളത്. 2 വെയിറ്റേജ് ഒരെണ്ണം, 3 വെയിറ്റേജ് ഒരെണ്ണം. സോ ബേസിക് ചോദ്യങ്ങൾ തന്നെയാണ് കണ്ടുവരാറ്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം, പഠിക്കണം. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, മീനിങ്, ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 വെയിറ്റേജിന് തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇമ്പോർട്ടൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ദെൻ അതിനുശേഷം നമുക്ക് ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നോക്കാം എന്ന് മാത്രം 3 വെയിറ്റേജിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ നോക്കേണ്ടത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കീ കൺസെപ്റ്റ് ഉണ്ട്. അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് 3 വെയിറ്റേജിന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് അഗെയിൻ 3 വെയിറ്റേജ് ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. 3 വെയിറ്റേജിൻ്റെ ലോ SAQ സ്കോപ്പ് ഉള്ളതാണ്. മൊഡ്യൂൾ നമ്പർ 1 നിന്ന് ഒരു essay നമുക്ക് വരണമെങ്കിൽ ഏറ്റവും സാധ്യതയുള്ളത് ഈ ഒരു essay, ഈ ഒരു ടോപ്പിക്കാണ്, ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ നമ്പർ 1 നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് 2 വെയിറ്റേജ് ഒരു ചോദ്യം, 3 വെയിറ്റേജ് ഒരു ചോദ്യമാണ്. ദെൻ നിങ്ങൾക്ക് ഏറ്റവും ഒരു essayക്ക് വേണമെങ്കിൽ ഇടാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാ ഇതിൽ കവർ ചെയ്യേണ്ട ചോദ്യങ്ങൾ? നമ്പർ 1 എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, ദെൻ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഞാൻ പറഞ്ഞു നോക്കാം. പ്രിൻസിപ്പിൾസ് 3 വെയിറ്റേജിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവല്യൂഷൻ 3 വെയിറ്റേജിനെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പിന്നെ പാർട്ടീസ് ടു കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ദെൻ ദി മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. അപ്പോൾ ഇത്ര ടോപ്പിക്സ് ആണ് നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 1 ഫോക്കസ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ. ഇനി മൊഡ്യൂൾ നമ്പർ 2 നമുക്ക് പോകാം. മൊഡ്യൂൾ നമ്പർ 2 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂള് ഈ ഒരു സബ്ജക്റ്റിൽ മൊഡ്യൂൾ നമ്പർ 2 തന്നെയാണ്. 2 essayയിൽ ഏതെങ്കിലും ഒരെണ്ണം, ഞാൻ പറയാൻ പോകുന്ന 2 essay ടോപ്പിക്സ് ഉണ്ട് ഇതിൽ, അതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി വരുന്നതാണ്. ഒരു പ്രാവശ്യം ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം മറ്റൊരു ടോപ്പിക് ആയിരിക്കും. അത് ആദ്യത്തെ essay ടോപ്പിക് എന്ന് പറയുന്നത് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇതൊരു essay ടോപ്പിക്കാണ്. ദെൻ ഈ തിയറീസിൻ്റെ ഉള്ളിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിലെ ഏതെങ്കിലും ഒരു തിയറി 3 വെയിറ്റേജിനോ 2 വെയിറ്റേജിനോ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏജൻസി തിയറി, സ്റ്റുവർഡ്ഷിപ്പ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി, സ്റ്റേക്ക് ഹോൾഡർ തിയറി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് തിയറി, പൊളിറ്റിക്കൽ തിയറി. അപ്പോൾ ചിലപ്പോൾ essay ആയിട്ട് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമായിരിക്കാം വരാം. അതല്ലെങ്കിൽ ഈ തിയറീസിലെ ഏതെങ്കിലും ഒരെണ്ണം 2 വെയിറ്റേജിൻ്റെയോ 3 വെയിറ്റേജിൻ്റെയോ നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ essay തിയറി ചോദിക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡൽസ്, അങ്ങനെ മാറി മാറിയിട്ട് കണ്ടുവരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് essayക്ക് വന്നത്. ബട്ട് അത് ചോദിച്ചത് സിസ്റ്റംസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നാ. പല കുട്ടികൾക്കും അത് എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാണ്ട് പലരും സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അത്. സോ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, അതിന് ചിലപ്പോൾ സിസ്റ്റംസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നും പറയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം essayക്ക് ചോദിച്ചത് ഈ ഒരു ടോപ്പിക്കാണ്. മേ ബി ഇപ്രാവശ്യം അതിന് പകരം ചിലപ്പോൾ ഈ മോഡൽസ് തന്നെ ചോദിക്കാം, അതിന് പകരം തിയറീസിലോട്ട് പോകാം. മാറി മാറി വരുന്നതാണ്, ഒന്നുകിൽ തിയറീസ് അല്ലെങ്കിൽ മോഡൽസ്. ഇതാണ് എപ്പോഴും essay ടോപ്പിക്സ് ആയിട്ട് വരാറ്. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ തിയറീസ് essayക്ക് ചോദിച്ചു നോക്കിയാൽ, എങ്കിൽ മോഡൽസിലെ ഏതെങ്കിലും ഒരു മോഡലും 3 വെയിറ്റേജിൻ്റെയോ 2 വെയിറ്റേജിൻ്റെയോ നമുക്ക് പ്രതീക്ഷിക്കാം. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജപ്പാനീസ് മോഡൽ, ഇന്ത്യൻ മോഡൽ, സോഷ്യൽ കൺട്രോൾ മോഡൽ, ഇങ്ങനെ 5 മോഡൽസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളിൽ
2 ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. എസ്എക്ക് തിയറീസോ മോഡൽസിനെ സിസ്റ്റംസ് എന്നും പറയും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. ഓക്കെ, ഇതിലെ ഓരോ മോഡൽസും ഓരോ തിയറീസും സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. ഐ തിങ്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നെക്സ്റ്റ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പനീസ് ആക്ട് 2013. അത് 2 വെയിറ്റേജിൻ്റെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, 2 അല്ല 3ക്ക്. അതിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ് നെക്സ്റ്റ് ടോപ്പിക്, സെബി ഗൈഡ് ലൈൻസ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും സെബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം 3 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. സെബി ഗൈഡ് ലൈൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിലെ ക്ലോസ് 49 എന്താണെന്നുള്ളത് സെപ്പറേറ്റ് എടുത്ത് പഠിക്കണം. 2 വെയിറ്റേജിന് നമുക്ക് സെപ്പറേറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സോ സെബി ഗൈഡ് ലൈൻസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ക്ലോസ് 49 എടുത്ത് പഠിച്ചിരിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ടോപ്പിക്. ദെൻ നെക്സ്റ്റ്, സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്താണ്? 2 വെയിറ്റേജ് ചോദ്യം. ക്ലാസ് ആക്ഷൻ 2 വെയിറ്റേജ് ചോദ്യം. ദെൻ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ NCLT 2 വെയിറ്റേജ് ചോദ്യം. അതിൻ്റെ പവേഴ്സ് വേണമെങ്കിൽ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ നിർബന്ധമായി നോക്കിയിരിക്കണം. റേറ്റിംഗ് ഏജൻസി 2 വെയിറ്റേജ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്, ഗ്രീൻ ഗവേണൻസ് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു. അതിനേക്കാൾ മുമ്പുള്ള 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഗ്രീൻ ഗവേണൻസ്. നിർബന്ധമായും പഠിച്ചിരിക്കണം, സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചോദ്യമാണ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ്? ഫോംസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. 3 വെയിറ്റേജിൻ്റെയിലും 2 വെയിറ്റേജിൻ്റെയിലും പ്രതീക്ഷിക്കാം. ജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ് എന്ന് മാത്രം 2 വെയിറ്റേജിൻ്റെയിലും ചോദിക്കാം. അതിൻ്റെ ഫോംസ് 3 വെയിറ്റേജിൻ്റെയിലും പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ PSU ആണ്. ഒരൊറ്റ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 വെയിറ്റേജിൻ്റെയിൽ ചോദിച്ചിട്ടുണ്ട്, കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ PSU. പിന്നെ കണ്ടുവന്നിട്ടില്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ ഇതിൽ നമുക്ക് കണ്ടുവന്നിട്ടുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇതിലെ എന്താണ് ചോദ്യങ്ങൾ 3 പാർട്ടിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. 2 essay എന്ന് പറയുന്നത് ഒന്നുകിൽ തിയറി അല്ലെങ്കിൽ മോഡൽ. അതിൻ്റെ ഉള്ളിലുള്ള സബ് പോയിന്റ്സ് 2 വെയിറ്റേജിൻ്റെ സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. ദെൻ 2 വെയിറ്റേജിൻ്റെ അതല്ലാണ്ട് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? 2ലും 3ലും ഗ്രീൻ ഗവേണൻസ്, ക്ലാസ് ആക്ഷൻ, ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം. അതിൽ തന്നെ നമ്മൾ ക്ലോസ് 49 എടുത്ത കൺസെപ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം. പിന്നെ NCLT അതൊക്കെ നോക്കിയിരിക്കണം. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചോദ്യം. ദെൻ സെക്രട്ടേറിയൽ ഓഡിറ്റ് എന്താണ്? 2 വെയിറ്റേജ്. സെബി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു 3 വെയിറ്റേജിന്. അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് മൊഡ്യൂൾ നമ്പർ 2. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5ഉം 3ഉം 8. ദെൻ 3 വെയിറ്റേജിൻ്റെ ചിലപ്പോൾ 2 ചോദ്യം വരെ വരാറുണ്ട്. അപ്പോൾ 8ഉം 3ഉം 11. ദെൻ 2 വെയിറ്റേജിൻ്റെ ഒരെണ്ണം മിനിമം 13 മുതൽ 15 വെയിറ്റേജ് വരെ 13 മുതൽ 15 വെയിറ്റേജ് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആ ഒരു മൊഡ്യൂൾ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3. ഈ മൊഡ്യൂളിൽ നിന്നും ചോദ്യങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതാണ് മൊഡ്യൂൾ നമ്പർ 3യുടെ. അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എസ്എക്കും 3 വെയിറ്റേജിനും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിലെ കമ്മിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും, പല കമ്മിറ്റീസും. അതിലേതെങ്കിലും ഒരു കമ്മിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 3 വെയിറ്റേജിൻ്റെ ചോദ്യം വരാറുണ്ട്. ഇപ്പോൾ കാഡ്ബറി കമ്മിറ്റി ആദ്യത്തെ ഒരു കമ്മിറ്റിയാണ്. ദെൻ ഗ്രീൻസ്ബറി കമ്മിറ്റി, കിങ്സ് കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം പിന്നെ കുമാമംഗലം ബിർള കമ്മിറ്റി, നാരായണമൂർത്തി കമ്മിറ്റി, ദെൻ ഇറാനി കമ്മിറ്റി. ഇതൊക്കെയാണല്ലോ ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്, ഉദ്യോഗ് കൊട്ടാക് കമ്മിറ്റി റിപ്പോർട്ട്. ഇത്ര കമ്മിറ്റീസാണ് വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് കമ്മിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു essay ചോദ്യം ചോദിക്കാം. അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു കമ്മിറ്റി 2ഓ 3ഓ ജസ്റ്റ് ആ കമ്മിറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടുവരാറ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കാഡ്ബറി കമ്മിറ്റി 3 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻസ്ബറി കമ്മിറ്റി 3 വെയിറ്റേജിന് ചോദിക്കാറുണ്ട്. നാരായണമൂർത്തി കമ്മിറ്റി 3 വെയിറ്റേജിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഈ രണ്ടും പിന്നെ നരേഷ് ചന്ദ്ര കമ്മിറ്റി, ഈ 2-3 കമ്മിറ്റീസ് റിപ്പീറ്റ് ആയിട്ട് മാറി മാറി ഇടാറുള്ള 5-6 ഉണ്ടെങ്കിലും അതിൽ ഈ 2-3 റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ കമ്മിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം എസ്ഐക്ക് കണ്ടുവന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം IFRS ആണ്. IFRSന്റെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു. 3 വെയിറ്റേജിൻ്റെ ചിലപ്പോൾ 2 വെയിറ്റേജിൻ്റെ IFRS ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ അതിൻ്റെ നീഡ്സ് സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. IFRS നീഡ്സ് സിഗ്നിഫിക്കൻസ് യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ കമ്മിറ്റീസ് എസ്ഐക്ക് ഇട്ടിട്ടില്ലെങ്കിൽ IFRSനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ചോദ്യം നമുക്ക് SC ആയിട്ടും പ്രതീക്ഷിക്കാം. ഈ 2 കണ്ടൻസേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ, കമ്മിറ്റീസ് അതുപോലെ തന്നെ IFRS. ഇതിലെ കമ്മിറ്റീസിലെ ഏതെങ്കിലും ഒരു കമ്മിറ്റി 2 വെയിറ്റേജിന് ചോദിക്കാം, അതല്ലെങ്കിൽ കമ്മിറ്റി മൊത്തമായിട്ട് SCക്ക് ചോദിക്കാം. ഇനി അത് SCക്ക് ചോദിച്ചില്ലെങ്കിൽ IFRS SCക്ക് ഇടാം. ദെൻ IFRS SCക്ക് ഇട്ടിട്ടില്ലെങ്കിൽ IFRS 3 വെയിറ്റേജിന് ചോദിക്കാം, അതല്ലെങ്കിൽ 2 വെയിറ്റേജിന് ജസ്റ്റ് IFRS എന്താണെന്ന് മാത്രം ചോദിക്കാം. അപ്പോൾ IFRS നിർബന്ധമായും പഠിച്ചിരിക്കണം. കമ്മിറ്റി ഒരുപാട് വായിക്കാനുണ്ട്, നിങ്ങളുടെ ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ 2-3 കമ്മിറ്റീസ് നോക്കി വെക്കുക. ഈ ബിർള ഉണ്ട്, ആദ്യം പറഞ്ഞ കാഡ്ബറി ഉണ്ട്, അതൊക്കെ മിനിമം നമ്മൾ നോക്കി വയ്ക്കുക. റിപ്പീറ്റ് ആയിട്ട് 2 വെയിറ്റേജിൻ്റെ കണ്ടുവന്നിട്ടുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 3. ശരിക്കും 2 ടോപ്പിക്സ് ആണ് അതിലുള്ളൂ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ബാക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ആ ഒരു ചാപ്റ്ററിനെ പറ്റി പറയാനുള്ള. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4, എലമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് വരുന്നത്. അതിൽ മെയിനായിട്ട് ഡിറക്ടേഴ്സിൻ്റെ ചോദ്യങ്ങളാണ്. അത് 2 വെയിറ്റേജിൻ്റെയും 3 വെയിറ്റേജിൻ്റെയും ആണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ്? ദെൻ അതിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറെ പറ്റിയിട്ട് 2 വെയിറ്റേജിൻ്റെ വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടർ ആരാണെന്ന് നമുക്ക് 2 വെയിറ്റേജിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇൻഡിപെൻഡൻറ്റോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 3 വെയിറ്റേജിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ചോദിക്കാം. ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടർ 3 വെയിറ്റേജിൻ്റെ ചോദ്യത്തിലും വേണമെങ്കിൽ SAക്ക് വരെ സ്കോപ്പ് ഉള്ളതാണ്. 4 SA ഇടുമ്പോൾ ഈ ഒരു മൊഡ്യൂളും പരിഗണിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പവേഴ്സ് ഡയറക്ടറെ SAക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക്കാണ്. അതല്ലെങ്കിൽ 2 വെയിറ്റേജിൻ്റെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ പറ്റി ചോദിക്കാം. ഈ പവേഴ്സ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് 3 വെയിറ്റേജിൻ്റെയും വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഡയറക്ടർ ഏതൊക്കെ തരത്തിലുള്ള ഡയറക്ടർ ഉണ്ട്, അത് ഓരോന്നും ആരാണ്, ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടീവ് പഠിക്കുക. ഇവരുടെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സും നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. നെക്സ്റ്റ് 2 വെയിറ്റേജിൻ്റെ ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓഡിറ്റ് കമ്മിറ്റിയുടെ റോള് 3 വെയിറ്റേജ് ചോദ്യം. ദെൻ അതിനുശേഷം ബോർഡ് മീറ്റിംഗ്സ് 2 വെയിറ്റേജ് ചോദ്യം. ബോർഡ് മീറ്റിംഗ്സ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് റിപ്പീറ്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് വിസിൽ ബ്ലോയിങ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു. എന്താണ് വിസിൽ ബ്ലോയിങ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്? നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. വിസിൽ ബ്ലോയിങ് എന്താണെന്നുള്ളത് 2 വെയിറ്റേജിലെ റിപ്പീറ്റ് ആണ്, അതുകൊണ്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. വിസിൽ ബ്ലോയിങ് ടോപ്പിക്ക് റിപ്പീറ്റ് ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്ത് പറയണത് വിസിൽ ബ്ലോയിങ്ങിനെ പറ്റിയിട്ടുള്ളത്. അത് 2 വെയിറ്റേജിലും ചോദിക്കാം, 3ലും ചോദിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. അപ്പോൾ മൊഡ്യൂൾ നമ്പർ 4 ഡയറക്ടേഴ്സ് പലതരത്തിലുണ്ട്. അത് ഏതെങ്കിലും ഒരു ഡയറക്ടറെ പറ്റിയിട്ട് 2 വെയിറ്റേജിൽ ചോദിക്കാം. 3 വെയിറ്റേജിൻ്റെയോ SAക്കോ ആയിട്ട് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ഡയറക്ടർ റിപ്പീറ്റ് അല്ല. SAക്ക് ഒന്നെങ്കിൽ 3ലേക്ക് അത് വേണമെങ്കിൽ മാറ്റി പറിച്ചതും ചെയ്യാം. ദെൻ വിസിൽ ബ്ലോയിങ് 2 വെയിറ്റേജിലും ചോദിക്കാം, 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഏരിയ കഴിഞ്ഞു, 4 മൊഡ്യൂൾ. അപ്പോൾ ഈ 4 മൊഡ്യൂളിൽ മെയിൻ ഫോക്കസ് ഏതൊക്കെയാണ്? മൊഡ്യൂൾ നമ്പർ 2 SA തിയറീസ് മോഡൽസ്, അതിൽ പറഞ്ഞിട്ടുള്ള 2 വെയിറ്റേജുകൾ നല്ല രീതിയിൽ നോക്കാം. ദെൻ
മൊഡ്യൂൾ നമ്പർ 1 നിന്ന് കൂടുതൽ 2 വെയിറ്റേജ് ആൻഡ് 3 വെയിറ്റേജ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു ബേസിക് കോർപ്പറേറ്റ് ഗവേണൻസ് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നോക്കാം, പ്രിൻസിപ്പിൾസ് നോക്കാം, പാർട്ടീസ് നോക്കാം. ദെൻ എസ്ഐക്ക് അതിൽ നിന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു. ദെൻ മൊഡ്യൂൾ നമ്പർ 3 2 ടോപ്പിക്സ് ആണ്, കമ്മിറ്റീസ് ഓർ IFRS. IFRS ചിലപ്പോൾ എസ്ഐക്ക് വരും, അല്ലെങ്കിൽ 3 വെയിറ്റേജിൻ്റെ. ജസ്റ്റ് IFRS എന്താന്ന് ചിലപ്പോൾ 2 വെയിറ്റേജിലും ചോദിക്കാറുണ്ട്. പിന്നെ കമ്മിറ്റീസ് എസ്ഐക്ക് പ്രതീക്ഷിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റി എന്താന്ന് മാത്രം 2 or 3 പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ മൊഡ്യൂൾ നമ്പർ 4 വരുന്ന സമയത്ത് ഡയറക്ടേഴ്സിനെ പറ്റിയുള്ള ചോദ്യം, വിസിൽ ബ്ലോയിങ്, ഈ 2 കാര്യങ്ങളോട്ട് ഫോക്കസ് പോവുക. ദാറ്റ്സ് ഓൾ. മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ ബിസിനസ് എത്തിക്സ്. 10 വെയിറ്റേജിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്ന മൊഡ്യൂളാണ്. 2 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, 3 വെയിറ്റേജിൻ്റെ ഒരു ചോദ്യം, എസ്ഐക്ക് ഒരു ചോദ്യം, കമ്പൽസറി. ദെൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും പെറുക്കി പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് 10 വെയിറ്റേജ് കിട്ടും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. കാരണം ബേസിക് ചോദ്യങ്ങൾ മാത്രമാണ് കണ്ടുവരാറ്. ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിലും. അപ്പോൾ എങ്ങനെ ഇത് പഠിക്കാം നോക്കാം. സോ ഇതിൽ നിന്ന് ആദ്യം തന്നെ എന്താണ് ബിസിനസ് എത്തിക്സ്? 2 വെയിറ്റേജിൽ വരാറുണ്ട് ബിസിനസ് എത്തിക്സ് എന്താന്ന്, കഴിഞ്ഞ പ്രാവശ്യവും ചോദിച്ചു. ദെൻ വെർച്യൂ എത്തിക്സ് എന്താണ്, 2 വെയിറ്റേജ് ചോദ്യം. നേച്ചർ ഓഫ് ബിസിനസ് എത്തിക്സ് നോക്കിയിരിക്കണം, അതിൻ്റെ സ്കോപ്പ് ഇമ്പോർട്ടൻസ് നോക്കിയിരിക്കണം. നമുക്ക് 3 വെയിറ്റേജിൻ്റെ ചോദിക്കാം. എന്തൊക്കെയാ? സ്കോപ്പ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ നേച്ചർ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 വെയിറ്റേജിൻ്റെ പ്രതീക്ഷിക്കാം. റോൾ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് നോക്കിയിരിക്കണം. ഇത് 3 SIQ പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ ലോ ആൻഡ് എത്തിക്സ് ആണ്, അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് വാല്യൂ. അപ്പോൾ ലോ ആൻഡ് എത്തിക്സ് 2 വെയിറ്റേജ് ചോദ്യം. എത്തിക്സ് ആൻഡ് വാല്യൂ ചിലപ്പോൾ വാല്യൂ എന്താന്ന് ചോദിക്കാറുണ്ട് 2 വെയിറ്റേജിൻ്റെ നോക്കിയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് 3 വെയിറ്റേജ് ചോദ്യം. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് 3 വെയിറ്റേജ് ചോദ്യം. ദെൻ എത്തിക്സ് ഇൻ ബിസിനസ് ഫങ്ഷണൽ ഏരിയാസ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നാണ് എസ്സേട്ട്. ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, അക്കൗണ്ടിങ്, ഫിനാൻസ്, ഇത്രയാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ഇട്ടത് എത്തിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ കാര്യങ്ങൾ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് എഫക്റ്റ് ആവുക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം SIക്ക് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൊഡ്യൂളിൽ ഇത്ര ഏരിയയിൽ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നമുക്ക് 2 വെയിറ്റേജ് 3, 5 3 പാർട്ടിലും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ ബേസിക് ചോദ്യങ്ങൾ ബിസിനസ് എത്തിക്സ്, ഇമ്പോർട്ടൻസ്, നേച്ചർ, സ്കോപ്പ്, ദെൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ എത്തിക്സ് ഇൻ ബിസിനസ് ഫങ്ഷണൽ ഏരിയാസ്. അതിൽ നിന്ന് സാധാരണ SI കണ്ടുവരാത്തതാണ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് എത്തിക്സ് എന്നുള്ളത് SIക്ക് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ ശരി, ആ ഒരു ടോപ്പിക്ക് SIക്ക് അത്രത്തോളം ഇല്ല, കുറച്ചേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ താഴേക്ക് പോകുമ്പോൾ കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും 1-2 വരെ നമുക്ക് 2 വെയിറ്റേജിൻ്റെ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം 2 ചോദ്യങ്ങൾ ഇതിൽ നിന്ന് 2 വെയിറ്റേജിൻ്റെ വന്നിട്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ കോർപ്പറേറ്റ് എക്സലൻസ് കഴിഞ്ഞ പ്രാവശ്യം 2 വെയിറ്റേജിൻ്റെ ചോദിച്ചാണ്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കണം 2 വെയിറ്റേജിൻ്റെ വേണ്ടിയിട്ട്. ദെൻ കോർപ്പറേറ്റ് കൾച്ചർ 2 വെയിറ്റേജിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കാം, നോക്കിയിരിക്കണം. ദെൻ കൾച്ചറൽ ഡിവേഴ്സിറ്റി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഈ മൊഡ്യൂളിൽ നിന്ന് 2 2 വെയിറ്റേജ് ചോദ്യങ്ങളാണ്. കൾച്ചറൽ ഡിവേഴ്സിറ്റിയും കോർപ്പറേറ്റ് എക്സലൻസുമാണ് 2 വെയിറ്റേജിൻ്റെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ പെറുക്കി 2 വെയിറ്റേജിൻ്റെലേക്ക് മാറ്റി വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ അപ്പോൾ കൾച്ചറൽ ഡിവേഴ്സിറ്റി 2 വെയിറ്റേജിൻ്റെലേക്ക് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഇമേജ് 2 വെയിറ്റേജ്, ഇതൊക്കെ ഞാൻ 2 വെയിറ്റേജിൻ്റെലേക്കാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ബേസിക് എത്തിക്സിൻ്റെ ചോദ്യങ്ങൾ ആദ്യം വരുന്നത് നോക്കുക. ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് 2 വെയിറ്റേജ് 3 വെയിറ്റേജ്, ദെൻ മാക്സിമം ഞാൻ പറയാം SI 1 അതിൽ നിന്ന് തന്നെ വരാറ്. താഴെ പിന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ടോപ്പിക്സ് 2 വെയിറ്റേജിലേക്കാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. എന്തൊക്കെ?
കോർപ്പറേറ്റ് കൾച്ചർ, കൾച്ചറൽ ഡിവേഴ്സിറ്റി, കോർപ്പറേറ്റ് എക്സലൻസ്, കോർപ്പറേറ്റ് ഇമേജ്. ഇതിലേതെങ്കിലും 1-2 ചോദ്യങ്ങൾ 2 വെയിറ്റേജിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടുവരാറില്ല, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം 10 വെയിറ്റേജ്, മാക്സിമം ഒരു 12 വെയിറ്റേജ് വരെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് ബിസിനസ് എത്തിക്സ്, ലാസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്ന കുട്ടികളും പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്? മൊഡ്യൂൾ നമ്പർ 2 ആദ്യം പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിക്സ് ഞാൻ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ കവർ ചെയ്യാം. ദെൻ മൊഡ്യൂൾ നമ്പർ 2, 4, 1 ഈ രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് വരുന്നതെന്നൊക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നു. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ്, QT, അതുപോലെ തന്നെ OB ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.